ഓം ശാന്തി. 15-11-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തൻ്റെ പരിശോധന നടത്തൂ. എത്ര സമയം ബാബയുടെ സ്മൃതി നിലനിൽക്കുന്നുണ്ട്? കാരണം സ്മൃതിയിൽ തന്നെയാണ് നേട്ടം, വിസ്മൃതിയിൽ നഷ്ടമാണ്. ചോദ്യം: ഈ പാപാത്മാക്കളുടെ ലോകത്തിൽ ഏതൊരു കാര്യം തികച്ചും അസംഭവ്യമാണ്. എന്തുകൊണ്ട്? ഉത്തരം: ഇവിടെ നമ്മൾ പുണ്യ ആത്മാവാണ് എന്നാരെങ്കിലും പറയുന്നെങ്കിൽ ഇത് തികച്ചും അസംഭവ്യമാണ്. കാരണം ലോകം തന്നെ കലിയുഗയും തമോ പ്രധാനവുമാണ്. മനുഷ്യൻ ഏതിനെയാണോ പുണ്യത്തിൻ്റെ പ്രവൃത്തിയായി മനസ്സിലാക്കുന്നത്, അതും പാപമാകുന്നു. കാരണം ഓരോ കർമ്മവും വികാരങ്ങൾക്ക് വശപ്പെട്ടാണ് ചെയ്യുന്നത്. ഓം ശാന്തി. നമ്മൾ ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ കുട്ടികൾ, ബ്രഹ്മകുമാർ കുമാരിമാരാണ് എന്നത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടാകും. പിന്നീട് ദേവീ ദേവന്മാരാകുന്നു. ഇത് നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്, മറ്റാരും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാർ പരിധിയില്ലാത്ത പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. 84 ജന്മങ്ങളുടെ പഠനവും പഠിക്കുന്നു, സൃഷ്ടിചക്രത്തിൻ്റെ പഠനവും പഠിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ ശിക്ഷണം ലഭിക്കുന്നു: പവിത്രമാകണം. ഇവിടെ ഇരിക്കുമ്പോൾ കുട്ടികളായ നിങ്ങൾ ബാബയെ തീർച്ചയായും ഓർമ്മിക്കുന്നു. പാവനമാകുന്നതിന് വേണ്ടി തൻ്റെ മനസ്സിനോട് ചോദിക്കൂ, സത്യസത്യമായി നമ്മൾ ബാബയുടെ ഓർമ്മയിലാണോ ഇരുന്നത്, അതോ മായാ രാവണൻ ബുദ്ധിയെ മറ്റ് ഭാഗത്തേക്ക് കൊണ്ടുപോയോ? ബാബ പറഞ്ഞിട്ടുണ്ട്, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ പാപം ഇല്ലാതാകും. ഇപ്പോൾ സ്വയം തന്നോട് ചോദിക്കണം, നമ്മൾ ബാബയുടെ ഓർമ്മയിലിരുന്നോ, അതോ ബുദ്ധി എവിടെയെങ്കിലും പോയോ? സ്മൃതി ഉണ്ടായിരിക്കണം. എത്ര സമയം നമ്മൾ ബാബയുടെ ഓർമ്മയിലിരുന്നു, എത്ര സമയം നമ്മുടെ ബുദ്ധി എവിടെയെങ്കിലുമൊക്കെ പോയി? തൻ്റെ അവസ്ഥയെ നോക്കൂ. എത്ര സമയം ബാബയെ ഓർമ്മിക്കുമോ അതിലൂടെ തന്നെയാണ് പാവനമാകുന്നത്. ശേഖരണം ഉണ്ടാകുന്നതിൻ്റെയും ഇല്ലാത്തതിൻ്റെയും കണക്ക് വയ്ക്കണം. ശീലം ഉണ്ടാകുമ്പോൾ ഓർമ്മയും നിലനിൽക്കും, എഴുതിക്കൊണ്ടിരിക്കും. ഡയറി എല്ലാവരുടെയും പോക്കറ്റിലുണ്ട്. ആരെല്ലാം വ്യാപാരം ചെയ്യുന്നവരാണോ അവരുടേത് പരിധിയുള്ള ഡയറിയാണ്. നിങ്ങളുടേത് പരിധിയില്ലാത്ത ഡയറിയാണ്. അപ്പോൾ നിങ്ങൾ തൻ്റെ ചാർട്ട് നോട്ട് ചെയ്യണം. ബാബയുടെ ആജ്ഞയാണ്, തൊഴിലും മറ്റുമെല്ലാം ചെയ്തുകൊള്ളൂ. എന്നാൽ അല്പം സമയം കണ്ടെത്തി എന്നെ ഓർമ്മിക്കൂ. തൻ്റെ കണക്ക് നോക്കി നേട്ടം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കൂ. നഷ്ടം വരുത്തരുത്. നിങ്ങളുടേത് യുദ്ധമാണല്ലോ. സെക്കൻഡിൽ നേട്ടം, സെക്കൻഡിൽ നഷ്ടം. നമ്മൾ നേട്ടമുണ്ടാക്കിയോ അതോ നഷ്ടമാണോ എന്ന് ഉടൻ അറിയുവാൻ കഴിയുന്നു. നിങ്ങൾ വ്യാപാരിയാണല്ലോ. വിരളം പേരെ ഈ വ്യാപാരം ചെയ്യുകയുള്ളൂ. സ്മൃതിയിലൂടെയാണ് നേട്ടം, വിസ്മൃതിയിലൂടെ നഷ്ടമാണ്. തൻ്റെ ഈ പരിശോധന നടത്തണം. ആർക്ക് ഉയർന്ന പദവി നേടണമോ അവർക്ക് ചിന്തയുണ്ടായിരിക്കും, നമ്മൾ എത്ര സമയം വിസ്മൃതിയിലിരുന്നു എന്ന് നോക്കട്ടെ. നമ്മൾ എല്ലാ ആത്മാക്കളുടെയും പിതാവ് പതീത പാവനാണ് എന്ന് കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാക്കളാണ്. തൻ്റെ വീട്ടിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്നു. ഈ ശരീരം സ്വീകരിച്ച് പാട്ടഭിനയിക്കുന്നു. ശരീരം വിനാശിയാണ്, ആത്മാവ് അവിനാശിയാണ്. സംസ്കാരവും ആത്മാവിലാണുള്ളത്. ബാബ ചോദിക്കുന്നു, ഹേ ആത്മാവേ, ഓർമ്മിക്കൂ. ഈ ജന്മത്തിൻ്റെ ബാല്യത്തിൽ ഏതെങ്കിലും തലകീഴായ കാര്യം ചെയ്തില്ലല്ലോ, ഓർമ്മിക്കൂ. 3-4 വയസ്സ് മുതലുള്ളത് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ ബാല്യം എങ്ങനെ കഴിച്ചുകൂട്ടി, എന്തെല്ലാം ചെയ്തു എന്ന്. ഏതെങ്കിലും കാര്യം മനസ്സിൻ്റെ ഉള്ളിൽ നീറുന്നില്ലല്ലോ, ഓർമ്മിക്കൂ. സത്യയുഗത്തിൽ പാപകർമ്മം ഉണ്ടാകുന്നതേയില്ല. അപ്പോൾ
ചോദിക്കേണ്ട കാര്യമേ ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ പാപം ഉണ്ടാവുക തന്നെ ചെയ്യുന്നു. മനുഷ്യൻ ഏതൊന്നിനെയാണോ പുണ്യത്തിൻ്റെ കാര്യം എന്ന് വിചാരിക്കുന്നത് അതും പാപം തന്നെയാണ്. ഇത് പാപാത്മാക്കളുടെ ലോകം തന്നെയാണ്. നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലും പാപാത്മാക്കളുമായാണ്. പുണ്യാത്മാവ് ഇവിടെ ഉണ്ടായിരിക്കുന്നേയില്ല. പുണ്യാത്മാക്കളുടെ ലോകത്തിൽ പിന്നെ ഒരു പാപാത്മാവ് പോലും ഇല്ല. പാപാത്മാക്കളുടെ ലോകത്തിൽ ഒരു പുണ്യ ആത്മാവ് പോലും ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഏത് ഗുരുക്കന്മാരുടെ ചരണങ്ങളിൽ വീഴുന്നുവോ അവരും പുണ്യാത്മാവല്ല. ഇത് കലിയുഗം തന്നെയാണ്. അതും തമോ പ്രധാനമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പുണ്യ ആത്മാവ് ഉണ്ടായിരിക്കുക അസംഭവ്യമാണ്. പുണ്യ ആത്മാവ് ആകുന്നതിനു വേണ്ടി തന്നെയാണ് ബാബയെ വിളിക്കുന്നത്. വന്ന് നമ്മളെ പാവന ആത്മാവാക്കൂ. ആരെങ്കിലും വളരെയധികം ദാനപുണ്യവും മറ്റും ചെയ്യുകയും ധർമ്മശാലയും മറ്റും ഉണ്ടാക്കുകയുമാണെങ്കിൽ അത് ഒരു പുണ്യ ആത്മാവാണ് എന്നൊന്നുമല്ല. അങ്ങനെയല്ല. വിവാഹങ്ങൾക്ക് മറ്റും വേണ്ടി ഹാളും മറ്റും ഉണ്ടാക്കുന്നു. ഇത് പുണ്യമൊന്നുമല്ല. ഇതും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് രാവണ രാജ്യമാണ്. പാപാത്മാക്കളുടെ ആസുരീയ ലോകമാണ്. ഈ കാര്യങ്ങൾ നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നില്ല. രാവണൻ ഉണ്ടെങ്കിലും അതിനെ തിരിച്ചറിയുന്നില്ല. ശിവന്റെ ചിത്രവുമുണ്ട്, പക്ഷേ തിരിച്ചറിയുന്നില്ല. വലിയ വലിയ ശിവലിംഗവും മറ്റും ഉണ്ടാക്കുന്നു. എന്നിട്ടും നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണ്, സർവവ്യാപിയാണ് എന്ന് പറയുന്നു. അതിനാൽ ബാബ പറഞ്ഞിട്ടുണ്ട്, യഥാ യഥാഹി. ഭാരതത്തിൽ തന്നെയാണ് ശിവ് ബാബയുടെ ഗ്ലാനി ഉണ്ടാകുന്നത്. നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്ന ബാബ ആരാണോ, നിങ്ങൾ മനുഷ്യ മതത്തിലൂടെ നടന്ന് ആ ഒന്നിൻ്റെ എത്ര ഗ്ലാനി ചെയ്യുന്നു. മനുഷ്യ മതത്തിൻ്റെയും ഈശ്വരീയ മതത്തിൻ്റെയും പുസ്തകവും ഉണ്ടല്ലോ. നമ്മൾ ശ്രീമത്തിലൂടെ ദേവതയാകുന്നു എന്നത് നിങ്ങൾ തന്നെയാണ് അറിയുന്നത്, മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതും. രാവണ മതത്തിലൂടെ പിന്നെ ആസുരീയ മനുഷ്യനായി മാറുന്നു. മനുഷ്യമതത്തെ ആസുരീയ മതം എന്ന് പറയും. ആസുരീയ കർത്തവ്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമായ കാര്യം ഈശ്വരനെ സർവവ്യാപി എന്ന് പറയുന്നു. മത്സ്യ അവതാരം, കൂർമ്മ അവതാരം. അപ്പോൾ എത്ര ആസുരീയവും മോശവുമായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവ് മത്സ്യ കൂർമ്മ അവതാരം എടുക്കുന്നില്ല. മനുഷ്യ ശരീരത്തിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ മത്സ്യമോ കൂർമ്മമോ ആകുന്നൊന്നുമില്ല. 84 ലക്ഷം സ്പീഷീസിൽ വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബാബയുടെ ശ്രീമത്ത് ലഭിക്കുന്നു. കുട്ടികളെ, നിങ്ങൾ 84 ജന്മമാണ് എടുക്കുന്നത്. 84 ലക്ഷത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്ന് പറയും? അസത്യമാണെങ്കിൽ മുഴുവൻ അസത്യമാണ്. സത്യത്തിൻ്റെ അംശം പോലുമില്ല. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നോക്കൂ ഭാരതത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഭാരതം സത്യഖണ്ഡമായിരുന്നു. അതിനെ ഹെവൻ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പകുതി കൽപ്പമാണ് രാമരാജ്യം, പകുതി കൽപ്പമാണ് രാവണരാജ്യം. രാവണരാജ്യത്തെ ആസുരീയ സമ്പ്രദായം എന്ന് പറയും. എത്ര കടുത്ത വാക്കാണ്. പകുതി കൽപ്പം ദേവതമാരുടെ രാജ്യം നടക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ലക്ഷ്മി നാരായണൻ ദി ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ തേർഡ് എന്ന് പറയുന്നു. എഡ്വേർഡ് ഫസ്റ്റും സെക്കൻഡും ഉള്ളതുപോലെ ആദ്യത്തെ തലമുറ, പിന്നെ രണ്ടാമത്തെ തലമുറ, ഇങ്ങനെ തുടരുന്നു. നിങ്ങളുടേതും ആദ്യം ഉണ്ടായിരിക്കുന്നത് സൂര്യവംശി രാജ്യം, പിന്നെ ചന്ദ്രവംശി. ബാബ വന്ന് ഡ്രാമയുടെ രഹസ്യവും നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു. നിങ്ങളുടെ ശാസ്ത്രങ്ങളിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ചില ശാസ്ത്രങ്ങളിൽ ഒരൽപ്പം രേഖകൾ ചേർത്തിട്ടുണ്ട്, അതായത് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ആരാണോ പുസ്തകമുണ്ടാക്കിയത് അവർ ഒന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല. ബാബയും
ബനാറസിൽ പോയിരുന്നപ്പോൾ ആ സമയത്ത് ഈ ലോകം നല്ലതായി തോന്നിയിരുന്നില്ല. അവിടെ മുഴുവൻ ചുവരുകളിലും ഇരുന്ന് വരകൾ വരയ്ക്കുമായിരുന്നു. ബാബ ഇതെല്ലാം ചെയ്യിച്ചിരുന്നു. എന്നാൽ ഞാൻ ആ സമയത്ത് കുട്ടിയായിരുന്നുവല്ലോ, പൂർണ്ണമായും മനസ്സിലാകുമായിരുന്നില്ല. ആരോ ഉണ്ട്, ആ ആൾ എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നു എന്നത് മാത്രം. വിനാശം കണ്ടു, അപ്പോൾ ഉള്ളിൽ സന്തോഷവും ഉണ്ടായിരുന്നു. രാത്രിയിൽ ഉറങ്ങിയിരുന്നു എങ്കിലും അപ്പോഴും പറന്നുകൊണ്ടിരിക്കുന്നത് പോലെയായിരുന്നു. പക്ഷേ ഒന്നും മനസ്സിലാകുമായിരുന്നില്ല. ഇങ്ങനെ രേഖകൾ വരച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ഏതോ ശക്തിയുണ്ട്, അത് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെടുമായിരുന്നു. ആദ്യം തൊഴിലും മറ്റും ചെയ്യുമായിരുന്നു. പിന്നെ എന്തുണ്ടായി? ആരെങ്കിലും നോക്കുമായിരുന്നപ്പോൾ ഉടൻ ധ്യാനത്തിൽ പോകുമായിരുന്നു. ആരെ നോക്കുന്നുവോ അവരുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുമായിരുന്നു. എന്താണ് കണ്ടത് എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ വൈകുണ്ഠം കണ്ടു, കൃഷ്ണനെ കണ്ടു എന്ന് പറയുമായിരുന്നു. ഇതുമെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളായല്ലോ. അതിനാൽ എല്ലാം ഉപേക്ഷിച്ച് ബനാറസിലേക്ക് പോയി മനസ്സിലാക്കുന്നതിന് വേണ്ടി മുഴുവൻ ദിവസവും ഇരിക്കുന്നുണ്ടായിരുന്നു. പെൻസിലും ചുമരും, മറ്റൊരു ജോലിയും ഇല്ലായിരുന്നു. ബേബി ആയിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ളത് എപ്പോഴാണോ കണ്ടത്, അപ്പോൾ മനസ്സിലാക്കി ഇത് ഒന്നും ചെയ്യേണ്ടതില്ല, തൊഴിലും മറ്റും ഉപേക്ഷിക്കേണ്ടി വരും, ഈ കഴുതപ്പണി ഉപേക്ഷിക്കണം എന്ന സന്തോഷമുണ്ടായിരുന്നു. രാവണ രാജ്യമാണല്ലോ. രാവണന് കഴുതയുടെ ശിരസ് കാണിക്കുന്നുവല്ലോ. അപ്പോൾ ചിന്ത വന്നു, ഇത് രാജപദമല്ല, കഴുതപദമാണെന്ന്. കഴുത ഇടയ്ക്കിടയ്ക്ക് മണ്ണിൽ ഉരുണ്ട് അലക്കുകാരൻ്റെ വസ്ത്രങ്ങളെല്ലാം കേടാക്കുന്നു. ബാബയും പറയുന്നു, നിങ്ങൾ എന്തായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുകയാണ്? ഇത് ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിക്കുന്നത്. ദാദായും മനസ്സിലാക്കിക്കുന്നു. രണ്ടുപേരുടേതും നടന്നുകൊണ്ടിരിക്കുന്നു. ജ്ഞാനത്തിൽ ആരാണോ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നത് അവർ തീവ്രമാണ് എന്ന് പറയും. നമ്പർ വൈസാണല്ലോ. കുട്ടികളായ നിങ്ങളും മനസ്സിലാക്കിക്കുന്നു. ഈ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്പർ അനുസരിച്ചായിരിക്കും പദവി നേടുന്നത്. ആത്മാവ് തന്നെയാണ് തൻ്റെ പാർട്ട് കൽപ്പകൽപ്പങ്ങളിൽ അഭിനയിക്കുന്നത്. എല്ലാവരും ഒരേപോലെ ജ്ഞാനമെടുക്കുകയില്ല. ഈ സ്ഥാപന തന്നെ വണ്ടർഫുള്ളാണ്. മറ്റാരും സ്ഥാപനയുടെ ജ്ഞാനം നൽകുന്നില്ല. സിഖ് ധർമ്മത്തിൻ്റെ സ്ഥാപന ഉണ്ടായി എന്ന് വിചാരിക്കൂ. ശുദ്ധ ആത്മാവ് പ്രവേശിച്ചു. അല്പം സമയത്തിനു ശേഷം സിഖ് ധർമ്മത്തിൻ്റെ സ്ഥാപനയുണ്ടായി. അതിൻ്റെ ഹെഡ് ആരാണ്? ഗുരുനാനക്. അദ്ദേഹം വന്ന് ജപ് സാഹിബ് ഉണ്ടാക്കി, അതായത് സിഖ് ഗ്രന്ഥം ഉണ്ടാക്കി. ആദ്യം പുതിയ ആത്മാക്കൾ തന്നെയായിരിക്കും. കാരണം പവിത്ര ആത്മാവാണ്. പവിത്രമായതിനെ മഹാൻ ആത്മാവ് എന്ന് പറയുന്നു. സുപ്രീം എന്ന ഒരു ബാബയെയാണ് പറയുന്നത്. അവരും ധർമ്മം സ്ഥാപിക്കുന്നു. അപ്പോൾ മഹാൻ എന്ന് പറയും. എന്നാൽ നമ്പർ അനുസരിച്ച് പിന്നാലെ വരുന്നു. 500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആത്മാവ് വന്ന് സിഖ് ധർമ്മം സ്ഥാപിച്ചു. ആ സമയത്ത് ഗ്രന്ഥം എവിടെ നിന്നും വരുവാനാണ്? തീർച്ചയായും സുഖമണി, ജപ് സാഹിബ് തുടങ്ങിയവ പിന്നീടായിരിക്കുമല്ലോ ഉണ്ടാക്കിയത്. എന്ത് ശിക്ഷണമാണ് നൽകുന്നത്? ഉന്മേഷം വരുന്നു. അപ്പോൾ ഇരുന്ന് ബാബയുടെ മഹിമ വർണ്ണിക്കുന്നു. പിന്നെ ഈ പുസ്തകവും മറ്റും പിന്നീടാണ് ഉണ്ടാകുന്നത്. വളരെ പേരാകുമ്പോൾ പഠിക്കുന്നവരും വേണമല്ലോ. എല്ലാവരുടെയും ശാസ്ത്രങ്ങൾ പിന്നീടായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക. എപ്പോഴാണോ ഭക്തിമാർഗം ആരംഭിക്കുന്നത് അപ്പോഴാണ് ശാസ്ത്രങ്ങൾ പഠിക്കുന്നത്. ജ്ഞാനം വേണമല്ലോ. ആദ്യം സതോ പ്രധാനമായിരിക്കും, പിന്നെ സതോ രജോ തമോയിലേക്ക് വരുന്നു. എപ്പോഴാണോ വളരെയധികം വർധന ഉണ്ടാകുന്നത് അപ്പോൾ മഹിമ ഉണ്ടാവുകയും ശാസ്ത്രങ്ങളും മറ്റും ഉണ്ടാവുകയും ചെയ്തു.
ഇല്ലെങ്കിൽ പിന്നെ അഭിവൃദ്ധി ആരുണ്ടാക്കുവാനാണ്? ഫോളോവേഴ്സ് ഉണ്ടാകണമല്ലോ. വന്ന് ഫോളോ ചെയ്യുന്നതിനു വേണ്ടി സിഖ് ധർമ്മത്തിലെ ആത്മാക്കൾ വരണം. അതിന് വളരെയധികം ടൈം ആവശ്യമാണ്. പുതിയ ആത്മാവ് ആരാണോ വരുന്നത് അതിന് ദുഃഖമുണ്ടാവുക സാധ്യമല്ല. നിയമം ഇല്ല. ആത്മാവ് സതോ പ്രധാനത്തിൽ നിന്നും സതോ രജോ തമോയിലേക്ക് വരണം. അപ്പോഴാണ് ദുഃഖമുണ്ടാകുന്നത്. നിയമവും ഉണ്ടല്ലോ. ഇവിടെ മിക്സപ്പാണ്. രാവണ സമ്പ്രദായവുമുണ്ട്, രാമസമ്പ്രദായവുമുണ്ട്. ഇപ്പോഴാണെങ്കിൽ സമ്പൂർണം ആയിട്ടില്ല. സമ്പൂർണമാകുമ്പോൾ പിന്നെ ശരീരം ഉപേക്ഷിക്കും. കർമാതീത അവസ്ഥ ഉള്ളവർക്ക് ഒരിക്കലും ദുഃഖമുണ്ടാവുക സാധ്യമല്ല. അവർക്ക് ഈ മോശമായ ലോകത്തിൽ ഇരിക്കുവാൻ സാധിക്കില്ല. അവർ പോകും. ബാക്കി ആര് അവശേഷിക്കുമോ അവർ കർമാതീതം ആയിട്ടുണ്ടാകില്ല. എല്ലാവരും ഒരുമിച്ച് കർമാതീതമാവുക സാധ്യമല്ല. വിനാശം ഉണ്ടായാൽ തന്നെയും കുറച്ചു പേർ അവശേഷിക്കും. പ്രളയം ഉണ്ടാകുന്നില്ല. രാമനും പോയി രാവണനും പോയി എന്ന് പാടുകയും ചെയ്യുന്നു. രാവണൻ്റേത് വലിയ പരിവാരമായിരുന്നു. നമ്മുടെ പരിവാരമാണെങ്കിൽ ചെറുതാണ്. ആ ധർമ്മങ്ങൾ എത്ര അനേകമുണ്ട്. വാസ്തവത്തിൽ ഏറ്റവും വലിയ പരിവാരം നമ്മുടേതാണ് ആകേണ്ടത്. കാരണം ദേവീദേവതാ ധർമ്മമാണ് ഏറ്റവും ആദ്യത്തേത്. ഇപ്പോഴാണെങ്കിൽ എല്ലാം മിക്സപ്പായി. അപ്പോൾ ക്രിസ്ത്യൻസ് വളരെയധികമായിരിക്കുകയാണ്. എവിടെയാണോ മനുഷ്യർ സുഖം കാണുന്നത്, പൊസിഷൻ കാണുന്നത്, അപ്പോൾ ആ ധർമ്മത്തിലേതായി മാറുന്നു. എപ്പോഴെല്ലാം പോപ്പ് വരുന്നുവോ അപ്പോൾ ധാരാളം പേർ ക്രിസ്ത്യൻസായി മാറുന്നു. പിന്നെ വർധനവും വളരെയധികം ഉണ്ടാകുന്നു. സത്യയുഗത്തിലാണെങ്കിൽ ഒരു പുത്രനും ഒരു പുത്രിയും ആയിരിക്കും. മറ്റൊരു ധർമ്മത്തിൻ്റെയും അഭിവൃദ്ധി ഇങ്ങനെ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നോക്കൂ, ക്രിസ്ത്യൻസാണ് ഏറ്റവും തീവ്രം. ആര് ധാരാളം കുട്ടികളെ ജനിപ്പിക്കുന്നുവോ അവർക്ക് സമ്മാനം ലഭിക്കുന്നു. കാരണം അവർക്ക് മനുഷ്യരെ വേണമല്ലോ. അവർ മിലിറ്ററി സേനയിൽ ഉപയോഗത്തിൽ വരും. എല്ലാവരും ക്രിസ്ത്യൻസാണ്. റഷ്യ, അമേരിക്ക എല്ലാം ക്രിസ്ത്യനാണ്. 2 കുരങ്ങന്മാർ അടികൂടി വെണ്ണ പൂച്ച കഴിച്ചു എന്നൊരു കഥയുണ്ട്. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. മുൻപ് ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് കഴിഞ്ഞിരുന്നു. എപ്പോഴാണോ പ്രത്യേകമായത് അപ്പോൾ പാകിസ്ഥാന്റെ പുതിയ രാജ്യം നിലവിൽ വന്നു. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. 2 പേർ യുദ്ധം ചെയ്യുമ്പോൾ വെടിക്കോപ്പുകൾ വാങ്ങും, വ്യാപാരം നടക്കും. ഇത് അവരുടെ ഏറ്റവും ഉയർന്ന തൊഴിലാണ്. പക്ഷെ ഡ്രാമയിൽ വിജയത്തിൻ്റെ ഭാവി നിങ്ങളുടേതാണ്. 100% സർട്ടനാണ്. നിങ്ങളെ ആർക്കും ജയിക്കുവാൻ സാധിക്കില്ല. ബാക്കിയെല്ലാം ഇല്ലാതായി പോകും. നിങ്ങൾ അറിയുന്നുണ്ട്, പുതിയ ലോകത്തിൽ നമ്മുടെ രാജ്യമുണ്ടാകും. അതിനുവേണ്ടി തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. യോഗ്യരായി മാറുന്നു. നിങ്ങൾ യോഗ്യരായിരുന്നു, ഇപ്പോൾ അയോഗ്യരായിരിക്കുകയാണ്. വീണ്ടും യോഗ്യരാകേണ്ടതുണ്ട്. പതിത പാവന വരൂ എന്ന് പാടുകയും ചെയ്യുന്നു. പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഇത് മുഴുവനും കാട് തന്നെയാണ്. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. വന്ന് മുള്ളുകളുടെ കാടിനെ ഗാർഡൻ ഓഫ് ഫ്ലവേഴ്സ് ആക്കുകയാണ്. അത് ഡെയ്റ്റി വേൾഡാണ്. ഇത് ഡെവിൾ വേൾഡാണ്. മുഴുവൻ മനുഷ്യ സൃഷ്ടിയുടെയും രഹസ്യം മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ നമ്മുടെ ധർമ്മത്തെ മറന്ന് ധർമ്മഭ്രഷ്ടരായിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കർമ്മവും വികർമ്മം തന്നെയാകുന്നു. കർമ്മ വികർമ്മ അകർമ്മത്തിൻ്റെ ഗതിയും ബാബ നിങ്ങളെ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും ഇന്നലെ നമ്മൾ ഇങ്ങനെയായിരുന്നു, പിന്നെ ഇന്ന് നമ്മൾ ഇതാകുന്നു. സമീപത്താണല്ലോ. ബാബ പറയുന്നു, ഇന്നലെ നിങ്ങളെ ദേവതയാക്കിയിരുന്നു, രാജ്യഭാഗ്യം നൽകിയിരുന്നു. പിന്നെ അതെല്ലാം എവിടെ പോയി? നിങ്ങൾക്ക് സ്മൃതി വന്നു,
ഭക്തിമാർഗത്തിൽ നമ്മൾ എത്ര ധനം പാഴാക്കി. ഇന്നലത്തെ കാര്യമാണല്ലോ. ബാബ വന്ന് ഉള്ളം കയ്യിൽ സ്വർഗം നൽകുന്നു. ഈ ജ്ഞാനം ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ ഇതും മനസ്സിലാക്കിച്ചു തന്നു. ഈ കണ്ണുകൾ എത്ര ചതിക്കുന്നവയാണ്. ക്രിമിനൽ കണ്ണുകളെ ജ്ഞാനത്തിലൂടെ സിവിൽ ആക്കണം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. തൻ്റെ പരിധിയില്ലാത്ത ഡയറിയിൽ ചാർട്ട് നോട്ട് ചെയ്യണം. നമ്മൾ ഓർമ്മയിലിരുന്ന് എത്ര സമയം നേട്ടം വർദ്ധിപ്പിച്ചു, നഷ്ടം ഉണ്ടായില്ലല്ലോ. ഓർമ്മിക്കുന്ന സമയത്ത് ബുദ്ധി എവിടെയെല്ലാം പോയി. ഈ ജന്മത്തിൽ ബാല്യം മുതൽ നമ്മളിൽ നിന്നും ഏതെല്ലാം തലകീഴായ കർമ്മം അഥവാ പാപമുണ്ടായോ അത് നോട്ട് ചെയ്യണം. ഏത് കാര്യത്തിൽ മനസ്സ് നീറുന്നുവോ അത് ബാബയെ കേൾപ്പിച്ച് ഭാരരഹിതമാകണം. ഇപ്പോൾ ഏതെങ്കിലും പാപത്തിൻ്റെ കാര്യം ചെയ്യരുത്. വരദാനം. കർമ്മബന്ധനത്തെ സേവനത്തിൻ്റെ ബന്ധനത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി സർവരിൽ നിന്നും വേറിട്ടവരും പരമാത്മാവിന് പ്രിയപ്പെട്ടവരുമായി ഭവിക്കട്ടെ. പരമാത്മാ സ്നേഹം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരമാണ്. എന്നാൽ അത് ലഭിക്കുന്നത് വേറിട്ടവരാകുമ്പോഴാണ്. അഥവാ പ്രവൃത്തിയിലാണ് കഴിയുന്നതെങ്കിൽ സേവനത്തിന് വേണ്ടിയാണ് കഴിയുന്നത്. കണക്കാണ്, കർമ്മബന്ധനമാണ് എന്നൊരിക്കലും മനസ്സിലാക്കരുത്. എന്നാൽ സേവനമാണ്. സേവനത്തിൻ്റെ ബന്ധനത്തിൽ ബന്ധിക്കുന്നതിലൂടെ കർമ്മബന്ധനം സമാപ്തമാകുന്നു. സേവാഭാവം ഇല്ലെങ്കിൽ കർമ്മബന്ധനം വലിക്കുന്നു. എവിടെ കർമ്മബന്ധനമുണ്ടോ അവിടെ ദുഃഖത്തിൻ്റെ അലയുണ്ട്. സേവനത്തിൻ്റെ ബന്ധനത്തിൽ സന്തോഷമാണ്. അതിനാൽ കർമ്മബന്ധനത്തെ സേവനത്തിൻ്റെ ബന്ധനത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി വേറിട്ടവരും പ്രിയപ്പെട്ടവരുമായിരിക്കൂ. അപ്പോൾ പരമാത്മാ സ്നേഹിയായി മാറും. സ്ലോഗൻ. ആരാണോ സ്വസ്ഥിതിയിലൂടെ ഓരോ പരിതസ്ഥിതിയെയും മറികടക്കുന്നത് അവരാണ് ശ്രേഷ്ഠ ആത്മാവ്. യോഗത്തിൻ്റെ അഭ്യാസം. ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രത്തിലൂടെ ആത്മസ്വരൂപത്തെ ദർശിക്കൂ. മസ്തക സിംഹാസനത്തിൽ ആത്മജ്യോതിയെ സ്പഷ്ടമായി കാണൂ. ഞാൻ മസ്തക സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വരാജ്യ അധികാരിയാണ്. മനോബുദ്ധികളുടെ അധികാരിയാണ്. കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. സർവശക്തികളുടെയും അധികാരിയാണ്. സ്വയം ശക്തിശാലി ആത്മാവായി വിഭാവന ചെയ്യൂ. എന്നിൽ നിന്നും 4 ഭാഗത്തും ശക്തിശാലി കിരണങ്ങൾ വ്യാപിക്കുകയാണ്. ഈ ശക്തിശാലി കിരണങ്ങൾ ശക്തിയുടെ ഒരു പ്രഭാമണ്ഡലം എനിക്ക് ചുറ്റും നിർമ്മിക്കുന്നു. ആ പ്രഭാമണ്ഡലത്തിനുള്ളിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. മനസ്സും ബുദ്ധിയും കൊണ്ട് സ്വയം തന്നെ
ദേഹത്തിൽ നിന്നും ഉപരിയാക്കി സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾക്കും ഉപരിയാക്കി സൂക്ഷ്മലോകത്തിലും ഉപരിയാക്കി പരമധാമത്തിൽ സ്ഥിതി ചെയ്യിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ഈ ശാന്തിധാമം എൻ്റെ ഗ്രഹമാണ്. ഇവിടെ ഡീപ് സൈലൻസ് ആണ്. ഈ അതിശാന്തിയുടെ ഗ്രഹത്തിൽ ഞാൻ സമ്പൂർണ്ണ സ്വസ്ഥ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. സമ്പൂർണ്ണ മുക്ത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പരമധാമത്തിൽ ബുദ്ധിയാകുന്ന നേത്രം കൊണ്ട് സർവശക്തിവാനായ സൃഷ്ടിയുടെ ബീജരൂപനായ ശിവ് ബാബയുടെ സ്വരൂപത്തെ സ്പഷ്ടമായി കാണൂ. ശിവ് ബാബയുടെ അനന്ത ശക്തികളുടെ കിരണങ്ങൾ ആത്മാവിൽ പതിക്കുന്നതായി വിഭാവന ചെയ്യും. പരമധാമത്തിലെ ഈ മഹാജ്യോതിയിൽ നിന്നും സർവശക്തികളും ഞാൻ ഉൾക്കൊള്ളുകയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനായി മാറുന്നു. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സർവശ്രേഷ്ഠ ശക്തിശാലി സ്ഥിതി പ്രാപ്തമാക്കി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് മടങ്ങി വരുന്നു.